സ്വർഗത്തിലെ ദൈവം കരുതലിച്ച ഒരു പൊൻതിനും കൂടെ നൽകിക്കൊണ്ടോ ഈ പ്രത്യാശ തീരദേശ മിഷന്റെ പ്രവർത്തനങ്ങൾ സ്വർഗം തന്ന സ്വർഗീയ ദർശനത്തിന് കീഴ്പ്പെട്ട ആ ആത്മീയ ഉണർവിന്റെ ഭാഗമായി നിൽക്കുമോ നമുക്ക് തന്ന ഈ വലിയ കൃപയ്ക്കായി ഒരിക്കൽ കൂടെ ദൈവത്തെ കരവേൽപ്പ് നമുക്ക് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. 1 പത്രോസ് എഴുതിയ 2 ലേഖനം അതിന്റെ 1-ാം അധ്യായം 10-11 വാക്യം. പത്രോസ് 1-ാം അധ്യായം 10-11 വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുകയും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. സർവശക്തനും നീതിമാനും നിത്യമായ ദൈവമേ, നന്ദിയോടുകൂടെ സ്തോത്രത്തോടുകൂടി അപ്പോ ഞങ്ങളെ പരിപൂർണമായി അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. സ്വർഗം തന്നിരിക്കുന്ന ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹമായി, ഐശ്വര്യമായി, ആനന്ദമായി കർത്താവെ ഇന്ന് വെളിപ്പെടുവാൻ നിലവാരത്തിൽ ആത്മാവിന്റെ വ്യാപാരം വെളിപ്പെടുമാറാക്കണം. വചനം പ്രഘോഷിക്കുന്നിടത്ത് ഭൂതങ്ങൾ വിട്ടോടുന്നു. വചനം പ്രഘോഷിക്കുന്നിടത്ത് രോഗികൾ പരിപൂർണ്ണ സൗഖ്യമാകുന്നു. വചനം പ്രഘോഷിക്കുന്നിടത്ത് മജ്ജയെ തുളച്ച് മാംസത്തെ തുളച്ച് ഹൃദയത്തിന്റെ നിലവുകൾ വെളിപ്പെടുത്തുന്നു. അത് പൂർണ്ണമായി ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് ജനം കടന്നു വരുവാൻ കർത്താവെ സ്വർഗം കാരണങ്ങളെ തുറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പുത്രന്റെ നാമത്തിൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തി കണ്ടോ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ സ്വർഗം ഇടയാക്കണമേ. എല്ലാത്തിനുപരിയായി സ്വർഗം തന്നിരിക്കുന്ന ആ സ്വർഗീയ ശുശ്രൂഷ, അന്ത്യകാല ശുശ്രൂഷ പരിശുദ്ധാൽ സ്വർഗം ആത്മാവിൽ പൊതിമാറാകണമേ എന്ന് പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിൽ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നതിനെ സർവവും ഞങ്ങൾക്കായി ജീവൻ വെച്ച നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പുത്രൻ വഴിയായ പ്രാർത്ഥന കേട്ട ദൈവത്തെ ഒരിക്കൽ കൂടെ കരവേറ്റി വാർത്തപ്പെടുത്താം. ഇവിടെ അപ്പോസ്തലനായ പൗലോസാണ് 2 കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. ഒന്ന്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യതയിൽ അല്ലെങ്കിൽ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമ്മൾ ധാരാളമായി പ്രാപിക്കുവാനിടയായി. അപ്പൊ നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ, നിത്യരാജ്യത്തിന്റെ അവകാശിയായി ഞാനും നിങ്ങളും മാറണമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി പത്രോസ് പറഞ്ഞു വെക്കുന്നു. എന്താണ്? നമ്മുടെ വിളിയെ തിരിച്ചറിയണം, തിരഞ്ഞെടുപ്പിനെ തിരിച്ചറിയണം. ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മൾ നിത്യതയിൽ പ്രവേശിക്കുകയില്ല എന്ന സത്യം നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ നിത്യതയിലെത്തുവാൻ, നിത്യരാജ്യത്തിന്റെ അവകാശികളായി മാറുവാനുള്ള ഒരു ആത്മീയ യാത്രയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നതെങ്കിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അല്പക്കൂടെ ആഴങ്ങളിലേക്ക് പൗലോസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മളെ വിളിച്ചിരിക്കുന്നത് ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ, ഒരാ ക്രിസ്തീയ പരിജ്ഞാനത്തിന് നിറവിൽ നമ്മൾ വളർന്നാൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ ഇടയായി തീരുമെന്ന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എന്താണ് ക്രിസ്തീയ പരിജ്ഞാനമെന്ന് അവിടെ വ്യക്തമായി പറയുന്നു. നമുക്ക് വായിക്കാം. അതിന്റെ സ്തോത്രം 5-6 വാക്യം. എന്താണ് ക്രിസ്തീയ പരിജ്ഞാനം? നിങ്ങൾ സകല ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യമുള്ളവരായി
വീര്യത്തോടുകൂടെയുള്ള പരിജ്ഞാനം. അടുത്ത് പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം. അപ്പൊ ഇന്ദ്രിയ ജയം, പരിജ്ഞാനമുള്ളവരായി നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ദ്രിയ ജയം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. അടുത്ത് ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും. ഇന്ദ്രിയ ജയം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് ജയിക്കാൻ കഴിയുന്നത് ഒരു ദിവസം 2 ദിവസം പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ച് നടന്നത് കൊണ്ട് കാര്യമില്ല. അത് സ്ഥിരതയോടുകൂടെ പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയണം. അടുത്ത് സ്ഥിരതയോട് ഭക്തിയും. സ്ഥിരതയോടുകൂടെ ഭക്തിയും. ഭക്തിയോട് സഹോദരപ്രതിയും. അപ്പൊ ഭക്തിയുണ്ടോ, സ്ഥിരതയുണ്ടോ, പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറുന്നുണ്ടോ, വിശ്വാസമുണ്ടോ, വീര്യമുണ്ട്, ഇവയൊക്കെ പറയുന്നുവെങ്കിലും അവയോട് കൂടെ സഹോദര പ്രീതിയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും ക്രിസ്തീയ പരിജ്ഞാനത്തിൽ വളരുവാൻ കഴിയുകയില്ല, ക്രിസ്തീയ സ്നേഹത്തിന്റെ നിലവിൽ വളരുവാൻ കഴിയുകയില്ല എന്ന് പത്രോസ് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാൻ തുടങ്ങും. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിത യാത്ര എന്ന് പറയപ്പെടുന്നത് ലോക മനുഷ്യരെ പോലെ നമ്മൾ നടക്കുകയില്ല. അവിടെ നമ്മുടെ യാത്രയ്ക്ക് വ്യത്യാസം സംഭവിക്കും. ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി മാറുവാൻ കഴിയുന്ന നിലയിൽ നിത്യരാജ്യത്തിന്റെ അവകാശികളായി ക്രിസ്തുവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ 4 പ്രധാന സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും.